ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ വലിയ ആശയിലും ആവേശത്തിലും സന്തോഷത്തിലും കാത്തിരിക്കുന്ന അള്ളാഹു അവൻ്റെ അടിമകൾക്ക് കനിഞ്ഞരുളുന്ന ഒരു വലിയ സമ്മാനം, ഉന്നതമായ അതിഥിയാണ്, വളരെ ഉന്നതനായ അതിഥിയാണ്. ആതിഥ്യം മനോഹരമായിരിക്കണം, ഒരു കുറവും വന്നൂടാ, ഒരു തെറ്റും സംഭവിച്ചൂടാ. ആ നിലക്ക് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കണം. പക്ഷേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം. അത് രണ്ട് നിബന്ധനയാണ്, രണ്ട് ഷർത്തുകളാണ്. ഒന്ന്, മുസ്ലിമായി കൊണ്ട് വേണം റമദാനിനെ സ്വീകരിക്കാൻ. മുസ്ലിമായി കൊണ്ടെന്ന് പറഞ്ഞാൽ കന്തൂറയുണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, നിസ്കാരത്തഴമുണ്ട്, ഇതല്ല ഒരാൾ മുസ്ലിം എന്നതിൻ്റെ അടയാളം. മറിച്ച് അള്ളാഹുവിന് കൊടുത്ത കരാറ് ലംഘിക്കാതെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോറലോ അപാകതയോ തെറ്റോ വരാതെ പൂർത്തിയാക്കിക്കൊണ്ട് വേണം റമദാനെ സ്വീകരിക്കാൻ. എന്താ അള്ളാഹുവിന് കൊടുത്ത കരാറ്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദിൻ്റെ കരാറാണ്. അള്ളാഹുവേ, ആ ഷഹാദത്തിൻ്റെ രണ്ട് നിബന്ധനകൾ, രണ്ട് റുക്നുകളുണ്ട്, ഫർദുകളുണ്ട്. ഒന്ന്, ലാ ഇലാഹ, നീയല്ലാതെ ദുനിയാവിൽ അന്യായമായി ആരാധിക്കപ്പെടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന, തവക്കുൽ ചെയ്യപ്പെടുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്ന, ഉപകാരം തേടപ്പെടുന്ന, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടപ്പെടുന്ന ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികളുണ്ടോ ഇതിനെ മുഴുവൻ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നിതാ പറിച്ച് നിഷേധിച്ച് തള്ളിക്കളയുകയാണ്. ഇതാണ് ഒന്നാമത്തെ റുക്കൻ. രണ്ട്, ഇല്ലല്ലാ, പകരം ഏകനായ സൃഷ്ടാവായ മാലിക്കായ മുദബ്ബിറായ റബ്ബായ അള്ളാഹുവിനെ മാത്രം ഞാൻ അംഗീകരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് സത്യസന്ധമാണെങ്കിൽ റമദാനിനെ സ്വീകരിച്ചോളൂ. അതിൽ കലർപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഔലിയാക്കളോട്, സാലിഹീങ്ങളോട്, ജിന്നുകളോട്, ദർഗയിൽ, അതേപോലെ തന്നെ ജാലത്തിൽ, ഉത്സവത്തിന്, ഉറൂസിന്, കുപ്പി, തകിട്, അതേപോലെ തന്നെ ഉറുക്ക്, നൂല്, അത് ഇത് റമദാനെ സ്വീകരിച്ചിട്ട് കാര്യമില്ല. കാരണം റമദാൻ അള്ളാഹു തരുന്നത് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, മുവഹിദീങ്ങൾക്കാണ്. അള്ളാഹു നല്ല തൗഫീക്ക് തരട്ടെ.